ഇന്ത്യയുടെ സുപ്രധാന സ്വതന്ത്ര ചുമതലയുള്ള ഭരണഘടനാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ബി.ജെ.പി. അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നത് നമ്മൾ കണ്ടു. വർഷമേറെ കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളി പുറത്തു വന്നത്. അന്ന് അതിന് ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധി എന്ന നേതാവാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ ഇതിനോടകം 3 വാർത്താ സമ്മേളനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത് നമ്മൾ കണ്ടു. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് കമ്മീഷൻ മാറിക്കഴിഞ്ഞു. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ രാഹുൽ ഗാന്ധി പൊളിച്ചടുക്കി കഴിഞ്ഞു. സഭയിൽ അതിശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി കമ്മീഷനെ കയ്യിലടക്കി വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചത്. സഭയിൽ നടന്ന ചർച്ചകൾക്കിടെ കേന്ദ്ര സർക്കാരിനെതിരെ 3 നിർണായക ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയായ ബി.ജെ.പിയുമായി ഒത്തുകളിക്കുകയാണെന്ന് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇരുത്താനുള്ള പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാണ് കമ്മീഷൻ എന്ന് രാജ്യത്തിന് ഒന്നാകെ മനസ്സിലാക്കി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. വാർത്താ സമ്മേളനം വിളിക്കുന്നതിനും അപ്പുറമുള്ള ഇമ്പാക്ട് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമെന്ന് നമുക്കറിയാം. കാരണം പറയുന്ന ഓരോ വാക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്തിന് എന്നതായിരുന്നു ആദ്യ ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന ഉന്നതതല സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. അത് എന്തിനെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. നിഷ്പക്ഷനായ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു കേന്ദ്രമന്ത്രിയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് കമ്മീഷന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തങ്ങളുടെ ഇഷ്ടക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. സ്വാഭാവികമായും ഈ നിയമിക്കപ്പെടുന്നവർക്ക് പ്രധാനമന്ത്രി മോദിയോടും കേന്ദ്ര സർക്കാരിനോടും പ്രതിബദ്ധതയുണ്ടാകും. മുൻപില്ലാത്ത നിയമ പരിരക്ഷ എന്തിന് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. 2023 ഡിസംബറിൽ പാസാക്കിയ നിയമത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ള നിയമ പരിരക്ഷ സർക്കാർ നൽകിയിരുന്നു. ഇതിനെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ പേരിൽ സിവിൽ, ക്രിമിനൽ നടപടികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നത് സംശയകരമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് എന്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയാനുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി കഴിയുന്നതോടുകൂടി നിർണായകമായ തെളിവുകൾ ഇല്ലാതാകുന്നത് സുതാര്യതയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇത് മുന്നറിയിപ്പായി നൽകിയിട്ടും കമ്മീഷൻ അവഗണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും കമ്മീഷൻ പറയുന്നുണ്ട്. EVM മെഷീനുകൾ സുതാര്യമല്ലെന്നും രാജാവിന്റെ ആത്മാവ് EVMിലാണെന്നും രാഹുൽ വീണ്ടും സഭയിൽ ആവർത്തിച്ചു. നാളിതുവരെയായിട്ടും EVM മെഷീനുകളിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. പലകുറി ചൂണ്ടിക്കാട്ടിയിട്ടും ക്രമക്കേടുകൾ നടക്കാൻ സാധ്യതയുള്ള വശങ്ങൾ എണ്ണി പറഞ്ഞിട്ടും കമ്മീഷന്റെ ചെവിയിലേക്ക് കയറിയില്ലെന്നും രാഹുൽ ഗാന്ധി മോദി അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളെ സാക്ഷി നിർത്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുൽ EVM വിഷയം എടുത്തിട്ടതോടെ അതുവരെ അടങ്ങിയിരുന്ന ബി.ജെ.പി. നേതാക്കൾ രാഹുലിന് നേർക്ക് ചാടി വീണു. ആരോപണങ്ങൾക്ക് തെളിവ് നൽകണമെന്ന് സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ആവശ്യപ്പെട്ടു. തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും 1 അല്ല 1000 തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി സഭയിൽ പ്രഖ്യാപിച്ചു. EVMന്റെ സുതാര്യത ഉറപ്പാക്കുന്നതുവരെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു.